ഒടുവിൽ ഹൈക്കമാൻഡ് വെടി പൊട്ടിച്ചോ? എം പിമാരാരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന കടുത്ത തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിച്ചതായിട്ടാണ് വാർത്തകൾ. ഇന്നലെ മാരത്തോൺ ചർച്ചയാണ് ഡൽഹിയിൽ നടന്നത്. AICC ആസ്ഥാനത്ത് രാവിലെ തൊട്ട് വലിയ ഒരു സമ്മർദ്ദം ഉരുണ്ടുകൂടിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള MP കെ സുധാകരനും അതുപോലെ മറ്റൊരു MP അടൂർ പ്രകാശും യഥാക്രമം കണ്ണൂരും കോന്നിയിലും നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. സുധാകരനായിട്ട് വലിയ സമ്മർദ്ദ തന്ത്രമാണ് പ്രയോഗിച്ചത്. പക്ഷേ ഹൈക്കമാൻഡ് വഴങ്ങിയില്ല എന്ന മട്ടിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിലിതാ ഇന്നലെ രാത്രി ഏതാണ്ട് 2:15 AICC അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ തീരുമാനം പുറത്തു വന്നു. MPമാരാരും മത്സരിക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോഴും അവിടെ ഒരു ചെറിയ ഒരു സാധ്യത അവശേഷിക്കുന്നു. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒന്നാം ഘട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രണ്ടാം ഘട്ടത്തിൽ 6 സീറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കണം എന്നാണ് മല്ലികാർജുന ഖാർഗെ നിർദ്ദേശിച്ചത്. എന്തിനാണ് ഈ 6 സീറ്റുകൾ ബാക്കിയിടുന്നത് എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്, ഉയരുന്നുണ്ട്. അത് ഒരു പക്ഷേ ഈ സുധാകരനെയും അടൂർ പ്രകാശിനെയും ഉദ്ദേശിച്ചാണോ എന്നതാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ പോലും നടക്കുന്ന ചർച്ച. രാഷ്ട്രീയ നിരീക്ഷകരും വളരെ കൗതുകത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായി തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് ഇങ്ങനെയാണ്. അവസാന നിമിഷം പത്രിക സമർപ്പിക്കുന്ന സമയം അല്ലെങ്കിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനത്തിന് തൊട്ടു മുമ്പ് വരെ വലിയ അനിശ്ചിതത്വം ഉണ്ടാകും. ഒരു മണ്ഡലത്തിൽ ആര് മത്സരിക്കും, ആരെ മാറ്റും എന്നൊക്കെയുള്ള കൂലങ്കഷമായ ചർച്ചകൾ നടക്കും. ചിലപ്പോൾ അത് കയ്യാങ്കളിയിൽ വരെ എത്താറുണ്ട്. നമുക്കറിയാം, പലതും നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ്സിനുള്ളിലെ തമ്മിലടി എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമാണ്. തമ്മിലടി ഇല്ലെങ്കിൽ എന്ത് കോൺഗ്രസ് എന്ന് ജനം ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇവിടെ ഇപ്പോഴിതാ ഈ പറഞ്ഞതുപോലെ നോമിനേഷൻ കൊടുക്കേണ്ട, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന നിമിഷം വരെ ഈ അനിശ്ചിതത്വം തുടരുമെന്ന് നമുക്കറിയാം. കാലങ്ങളായി കോൺഗ്രസ് തുടരുന്ന രീതി അതാണ്. ഇവിടെ ഇപ്പോൾ ഈ 6 സീറ്റ് ഒഴിച്ചിടുന്നത് സത്യത്തിൽ സുധാകരനെയും അതുപോലെ തന്നെ അടൂർ പ്രകാശിനെയും ഭയന്നിട്ടാണ്. സുധാകരൻ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ അടൂർ പ്രകാശ് അടിയിലൂടെ പാലം വലിക്കും എന്ന ഭയമാണ് കോൺഗ്രസ്സിനുള്ളത്. സുധാകരൻ നേരിട്ട് ഏറ്റുമുട്ടി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് പലപ്പോഴും അദ്ദേഹം അത് പ്രഖ്യാപിച്ചിരുന്നതുമാണ്. BJPയിലേക്ക് പോകാൻ തനിക്ക് ആരുടെയും ശുപാർശ ആവശ്യമില്ല, തനിക്ക് തോന്നിയാൽ അപ്പോൾ തന്നെ പോകും എന്നാണ് സുധാകരൻ മുമ്പൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 2016 ശേഷം സുധാകരൻ BJPയിൽ ചേരും എന്ന ഒരു ശക്തമായ അഭ്യൂഹം 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും ഉണ്ടായിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഈ ഒരു തർക്കം അല്ലെങ്കിൽ ആ ഒരു വിഷയം വലിയ വിവാദമായിരുന്നു. സുധാകരൻ BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യം ഇവിടെ ഇപ്പോൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. കാരണം തനിക്ക് കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ സ്വതന്ത്രനായി മത്സരിപ്പിക്കുമെന്ന് പോലും സുധാകരൻ ഇടയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെയൊരു തീരുമാനം സുധാകരൻ എടുത്താൽ അത് വലിയ തിരിച്ചടിയാകും കോൺഗ്രസ്സിന്. BJP കണ്ണൂരിൽ ഇന്നിപ്പോൾ ഒരു ചെറിയ കക്ഷിയല്ല. BJPക്ക് അത്യാവശ്യം അവിടെ വോട്ടുണ്ട്. എന്തായാലും ഇടതുപക്ഷം സുധാകരനെ പിന്തുണയ്ക്കില്ല എന്ന് തീർച്ചയാണ്. പക്ഷേ BJPക്ക് സുധാകരനോട് യാതൊരു ഐത്തവുമില്ല. BJP അവിടെ സുധാകരനെ പിന്തുണച്ചാൽ ചരിത്രം മറ്റൊന്നാകും. അത് കണ്ണൂർ ജില്ലയിലാകമാനം പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ്. സുധാകരൻ പിണങ്ങിയാൽ
പേരാവൂരിൽ സണ്ണി ജോസഫ് മൂക്കും കുത്തി വീഴുമെന്ന് മറ്റാരെക്കാളും നന്നായി KPCC നേതൃത്വത്തിന് തന്നെ അറിയാം. എന്തായാലും സുധാകരൻ്റെ തീരുമാനം ഈ ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും സംഭവിക്കുക. സുധാകരൻ അരയും തലയും മുറുക്കി രംഗത്ത് നിൽപ്പുണ്ട്. ഹൈക്കമാൻഡ് പറഞ്ഞതിനു ശേഷം മാത്രം തൻ്റെ തീരുമാനം വെളിപ്പെടുത്താം എന്ന നിലയിലാണ് സുധാകരനെ അനുനയിപ്പിക്കാൻ KPCC AICC നേതൃത്വങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വലിയ അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിക്കും എന്ന് തീർച്ചയാണ്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. പതിറ്റാണ്ടുകളോളം കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ നേരിട്ട് തോൽപ്പിച്ച് കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ കൊടി പാറിച്ച വ്യക്തിയാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരന് ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തെ വരച്ച വരയിൽ നിർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടൂർ പ്രകാശ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അടൂർ പ്രകാശ് തീർച്ചയായിട്ടും വെറുമൊരു നേതാവല്ല, മറിച്ച് അദ്ദേഹം ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് എന്നെല്ലാവർക്കും അറിയാം. തെക്കൻ കേരളത്തിൽ, അതായത് തിരുവനന്തപുരം ജില്ലയുടെ വടക്കൻ മണ്ഡലങ്ങൾ, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഈ 4 ജില്ലകളിലും ശക്തമായ സ്വാധീനമുള്ള ഒരു നേതാവാണ് അടൂർ പ്രകാശ്. SNDPയുടെയും ഈഴവ സമുദായത്തിൻ്റെയും അകമഴിഞ്ഞ പിന്തുണ കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് നാം ഓർക്കണം. വെള്ളാപ്പള്ളി നടേശൻ, അതുപോലെയുള്ള മറ്റ് SNDP നേതാക്കൾ, ശിവഗിരി മഠം, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ, ഇവരെല്ലാവരുമായിട്ട് മികച്ച ബന്ധം പുലർത്തുന്ന ആളാണ് അടൂർ പ്രകാശ്. അതുകൊണ്ടാണ് 2019 ആറ്റിങ്ങലിൽ സമ്പത്ത് എന്ന CPMൻ്റെ അതികായനെ വാരി നിലത്തടിച്ചുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിന് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് വിജയിച്ചു കയറിയത്. 2024 അത് അതേപടി ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിജയം നേടാൻ അടൂർ പ്രകാശിന് സാധിച്ചു. അടൂർ പ്രകാശ് ആയതുകൊണ്ടാണ് ശക്തമായ ത്രികോണ മത്സരത്തെ അതിജീവിച്ച് രാഷ്ട്രീയ കേരളത്തിലെ 2 പ്രമുഖ നേതാക്കളെ, CPMൻ്റെ V ജോയിയെയും BJPയുടെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനെയും പരാജയപ്പെടുത്തി വിജയിക്കാൻ അടൂർ പ്രകാശിന് സാധിച്ചത്. അടൂർ പ്രകാശ് തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്തു. രാഷ്ട്രീയ തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് നയങ്ങളും അടവ് നീക്കങ്ങളും ഒക്കെ അറിയുന്ന അടൂർ പ്രകാശ് വെറുതെ ഇരിക്കും എന്ന് കരുതണ്ട. അടൂർ പ്രകാശ് വിചാരിച്ചാൽ ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ എന്നേക്കുമായിട്ട് കോൺഗ്രസ്സിന് നഷ്ടപ്പെടുത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ അത് ഗുണം ചെയ്യുക BJPക്കാണ്. തെക്കൻ ജില്ലകളിൽ ശക്തമായി വേരോട്ടമുള്ള, താഴെത്തട്ടിൽ പ്രവർത്തനമുള്ള ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിലും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട്, അദ്ദേഹത്തിൻ്റെ നയം ഒക്കെ BJPക്ക് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട്. കണ്ണൂരിൽ സുധാകരനും തെക്കൻ ജില്ലകളിൽ അടൂർ പ്രകാശും ഇടഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചുണ്ടിനും കപ്പിനുമിടയ്ക്ക് ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും ഈ 2 പേരുടെയും നിലപാട് നിർണായകമായി ആണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം സുധാകരൻ്റെയും അടൂർ പ്രകാശിൻ്റെയും കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ കഴിയും. സുധാകരൻ കോൺഗ്രസിൽ തന്നെ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമോ, അതോ എന്നേക്കുമായിട്ട് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് അദ്ദേഹം BJPയിലേക്ക് ചേക്കേറി താമര ചിഹ്നത്തിൽ മത്സരിക്കുമോ, അതോ സ്വതന്ത്രനായി കണ്ണൂരിൽ നിന്ന് BJP പിന്തുണയോടെ മത്സരിക്കുമോ എന്നീ ചോദ്യങ്ങൾക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം കിട്ടും. അതുപോലെ അടൂർ പ്രകാശും SNDPയും അദ്ദേഹത്തിന് സ്വാധീനമുള്ള SNDPയും എവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെ നിൽക്കും, എന്ത് നിലപാട് സ്വീകരിക്കും എന്ന ചോദ്യത്തിനും നമുക്ക് വരും മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.